ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ശ്രീ ഗോപൻ നോക്കണം, ദേവസ്വം ബോർഡിലെ ഏറ്റവും ഉന്നതർ മുതൽ താഴോട്ടുള്ള ഓരോരുത്തരും അന്വേഷണത്തിന് വിധേയമാവണം. അവരുടെ ഓരോരുത്തരുടെയും പങ്ക് അന്വേഷിക്കണം എന്നുകൂടി കോടതി പ്രത്യേക അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ദേവസ്വം ബോർഡിലുള്ള ആളുകളും പുറത്തുള്ള തട്ടിപ്പുകാരും ഒരുമിച്ച് ചേർന്ന് ഈ ദേവസ്വത്തിന്റെ അയ്യപ്പന്റെ മുതലായിട്ടുള്ള സ്വർണത്തെ ഭക്തർ വലിയ ഡിവൈൻ മുതലായിട്ട് കാണുന്ന ഈ കാര്യത്തെ അടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അഭിലാഷേ, എന്തൊരാവേശമാണിത്! ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ ഭടൻ? കൊലപാതകം നടന്നാലും കൊലപാതകം പോലെ തന്നെ നീചമായ ഒരു കുറ്റകൃത്യമാണിത്. അല്ലാതായിക്കോ, ഇത് ഈ ആവേശം എപ്പോഴും കണ്ടാൽ മതി, അതല്ല ഇവിടുത്തെ പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നത്, കൊലപാതകം നടന്നാലും നടത്തിയ ആൾക്ക് പറയാനുള്ളത് കേൾക്കാൻ രാജ്യത്തെ നിയമ സംവിധാനം അനുവദിക്കുന്നില്ലേ? ദേവസ്വം ബോർഡ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചാണ് നിലവിലുള്ള ദേവസ്വം ബോർഡ് സെക്രട്ടറിയെ കുറിച്ച് ഉണ്ടെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചാണ് ദേവസ്വം ബോർഡ് മുന്നോട്ട് വെക്കുന്ന ആക്ഷേപം. SIT കണ്ടുപിടിച്ചതും 10ഓളം ഉയർന്ന ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കാളികളാണെന്നാണ്. ആണോ? ഭയങ്കര. അവര് ദേവസ്വം ബോർഡിനെ എങ്ങനെയൊക്കെ മിസ്ലീഡ് ചെയ്തിട്ടുണ്ട്, ദേവസ്വം ബോർഡിന്റെ പേപ്പേഴ്സ് എങ്ങനെയൊക്കെ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയാണ്, ഞങ്ങൾക്ക് ഇത് കോടതി പറയാനുള്ളത് പറയാൻ അവസരം ലഭിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനിയൊന്നും പറയണ്ട, ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വാദമൊന്നും കേൾക്കണ്ട എന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞില്ലല്ലോ. നിങ്ങൾ 2-3 പേരല്ലേ ഇരുന്ന് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാധ്യതയുണ്ടെങ്കിൽ അയ്യപ്പ സംഗമത്തിന്റെ 4 ദിവസം മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിലുള്ള ദേവസ്വം ബോർഡിനെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കൂ. ശ്രീ അഭിലാഷേ, എന്തുകൊണ്ടാണ് അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ചത്? അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ചത് ദീർഘദർശനം നടത്തിയിട്ടാണ്. കാരണം താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൊള്ള അവിടെ ഇല്ലാതാകാൻ പോവുകയാണ്. എന്തൊക്കെയാ പറയുന്നേ? അപ്പൊ അദ്ദേഹത്തെ ആരോ അയ്യപ്പ സംഗമത്തിന്റെ ഒരു സംവിധാനം കേരളത്തിൽ ഉയർന്നു വന്നപ്പോ അപ്പൊ അങ്ങ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ആളെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് സ്മാർട്ട് ക്രിയേഷൻസിന് ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട്, സ്മാർട്ട് ക്രിയേഷൻസ് ഗ്യാരണ്ടി തന്നതുകൊണ്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയെന്നല്ലേ പറയുന്നത്? കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. തിരുവാഭരണം കമ്മീഷണർക്ക് അയച്ച കത്ത് ഞാൻ വായിക്കാം. സൂചനാ റിപ്പോർട്ട് ബോർഡ് വിശദമായി പരിശോധിച്ചു. ശബരിമല ദേവസ്വത്തിൽ ശ്രീകോവിലിന് മുമ്പിലുള്ള ചെമ്പിൽ പൊതിഞ്ഞ് സ്വർണ്ണം പൂശിയിട്ടുള്ള ദ്വാരപാലകന്മാരുടെ ശില്പത്തിന്റെ അറ്റകുറ്റപ്പണികൾ സ്പോൺസർ ചെയ്യുന്നതിന് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രണവ നിവാസ് ബാംഗ്ലൂർ എന്ന ഭക്തൻ സന്നദ്ധത അറിയിച്ചിട്ടുള്ള സാഹചര്യത്തിലും തൻവർഷത്തെ ശബരിമല സീസണിന് മുൻപായിട്ട് ഈ അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി തീർക്കേണ്ടതിന്റെ ആവശ്യകത കണക്കിലെടുത്തും സ്പോൺസറുടെ പൂർണ്ണ ചെലവിൽ പൊതുപണപ്പിരിവ് കൂടാതെ ദ്വാരപാലകന്മാരുടെ മെയിന്റനൻസിനും സ്വർണ്ണം പൂശൽ ജോലികൾക്കുമായി നിലവിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളികൾ ചെന്നൈയിലുള്ള ഫാക്ടറിയിൽ, അതായത് സ്മാർട്ട് ക്രിയേഷൻസ് ചെന്നൈ എത്തിച്ച ഇലക്ട്രോ പ്ലേറ്റിംഗ് ജോലി ചെയ്യുന്നതിന് അനുവദിച്ച് ബോർഡ് ഉത്തരവായ വിവരം അറിയിക്കുന്നു. ഈ ബോർഡിന്റെ കടലാസാണ് ഞാൻ വായിച്ചത്. അല്ലാതെ ഇപ്പോ ഇത്തവണ ഉണ്ണികൃഷ്ണൻ പോറ്റി വേറെന്തോ ആണ്, ഞങ്ങളെല്ലാം സ്വന്തം നിലയ്ക്ക് ബാംഗ്ലൂരിൽ കൊണ്ടുപോയതാണെന്ന് പറയല്ലേ. ഞാൻ വായിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാണ്. ഒരു കയ്യബദ്ധം, നാറ്റുകരുത്. ഈ അഭിലാഷേ, അതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന്റെ ചെലവിൽ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ആ വാദം കേട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വശമല്ല കൊടുത്തുവിട്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലല്ല കൊടുത്തുവിട്ടത്, അത് ഞാൻ സമ്മതിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഗ്രൂപ്പിൽ ഇല്ലായിരുന്നു എന്ന് പറയരുത്. അല്ലല്ല, ഇതൊരു നടക്ക് പോണ മാതിരില്ല. അല്ല അഭിലാഷേ, അഭിലാഷിന്റെ ചോദ്യം മാത്രമല്ല, എനിക്ക് ചില കാര്യങ്ങൾ കൂടി പ്രതികരിക്കാനുണ്ട്. നിങ്ങൾ സമയം അനുവദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിൽ മാത്രം ഞാൻ കുടുങ്ങിക്കിടക്കാം. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? ദയവായി മനസ്സിലാക്കേണ്ടത്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വശമല്ല കൊടുത്തുവിട്ടത്. അയാൾ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിട്ടും നിലവിലുള്ള ദേവസ്വം ബോർഡ് അയാളുടെ കൊടുത്തുവിട്ടിട്ടില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നേ പറയൂ. അയാളും നിലവിലുള്ള ദേവസ്വം ബോർഡുമായിട്ട് യാതൊരു ടൈപ്പും ഇല്ലെന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ നിലവിലുള്ള ദേവസ്വം ബോർഡ് മനോഹരമായി സംഘടിപ്പിച്ച് അയ്യപ്പ സംഗമത്തെ ഇല്ലാതാക്കാൻ അയാൾ തന്നെ രംഗത്ത് വന്നത്. അത് അയാളുടെ സഹോദരിയെ പോലും വഞ്ചിച്ചുകൊണ്ട് ദ്വാരപാലകരുടെ ഒളിപ്പിച്ചു വെച്ചിട്ട് നടത്തിയ ഒരു അഭ്യാസമാണ്. അത് അയാളുടെ കയ്യിൽ നിന്നില്ല. അങ്ങനെ ശാന്തിക്കാരനായി, നേർച്ചക്കാരനായി, ശബരിമലയുടെ പടവുകൾ കയറിയ ആളാണ് ഇപ്പോൾ കവർച്ചക്കാരനായി അഴിക്കുള്ളിലേക്ക് പോകുന്നത്. 2025 ഈ വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറയുന്നല്ലോ. അപ്പൊ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് പേരെഴുതി വെച്ച് അച്ചടിച്ചു കൊടുത്ത വാറോല ഉണ്ടല്ലോ, അതെങ്ങനെ ഉണ്ടായി എന്ന് ഗോപൻ വിശദീകരിക്കേണ്ടി വരും. ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തള്ളിപ്പറഞ്ഞാൽ പോരാ, അന്നെടുത്ത് മടിയിൽ വെച്ച് അയാൾക്കിത് കൊടുത്തു വിട്ടവരാണ്.
അഭിലാഷ് തോന്നുന്നുണ്ടോ 39 ദിവസം കൊണ്ട് ഈ പറയുന്ന സ്വർണ്ണപാലി ഉൾപ്പെടെ ഈ ശില്പം ഉൾപ്പെടെ പുറത്തു കൊണ്ടേ വിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? 39 ദിവസം കൊണ്ട് ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി. അപ്പൊ അതിനു മുമ്പ് ദ്വാരപാല ശില്പം ഉൾപ്പെടെ അയ്യപ്പന്റെ വിഗ്രഹത്തിനോട് വില പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. നിർത്തി അവമാനിക്കുവാണെന്നേ. ഈ ദ്വാരപാല ശില്പം ഉൾപ്പെടെ വിൽക്കാൻ വേണ്ടി ബയറെ കണ്ട് ഡീൽ ഉറപ്പിച്ചതിന് ശേഷം ദേവസ്വം ബോർഡ് ഗൂഢാലോചന നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരെഴുതി വെച്ച് ആ സ്വർണ്ണപ്പാളിയെ ചെമ്പുപാളി എന്ന് ഉത്തരവിൽ എഴുതി കൊടുത്തുവിട്ടതാണ്. പെരുങ്കള്ളന്മാർ. ഗോപന് ഇവിടെ വന്നിരുന്ന് വെല്ലുവിളിക്കാം കേന്ദ്ര സർക്കാരിന്. ഗോപന്റെ വെല്ലുവിളി കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ചിരി വന്നു. കാരണം അറിയോ, 2ാം ഘട്ടത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ നിന്ന് കൂടും പിടക്കുകയും മകനെയും മരുമകളെയും എല്ലാവരും കൂടി വിളിച്ചുകൊണ്ട് നേരെ ഇന്തോനേഷ്യക്ക് പോയ ആളാണ്. ഇന്തോനേഷ്യക്ക് ഇല്ലേ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഞങ്ങളുടെ ഔദാര്യം കൊണ്ട് ആ ചിഹ്നം പിടിച്ചു നിർത്താൻ വേണ്ടി സിക്കാറിൽ മത്സരിക്കുന്ന ആളോട് വേണ്ടി പോലും പ്രചരണം നടത്താതെ പോയ ആളാണ്. ഓടി ഒളിച്ച ഭീരുവാണ് ഈ പിണറായി വിജയൻ. ഇല്ലേ? എവിടെയാണ് ഇയാള് പോരാടിയത്? ശരി ശരി. പിന്നെ ചൂടാണ്ട് ഇല്ല അത് ദേവസ്വം ബോർഡിന്റെ നിയമനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഗോപൻ 2015 ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ടാക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ വെല്ലൊക്കെ പഠിച്ചിട്ട് വന്ന് മറുപടി പറയാൻ നോക്കണം. മനസ്സിലായില്ലേ? പറഞ്ഞിട്ടില്ല. ഗോപൻ ചോദിക്കുകയാണ്, അയ്യപ്പ സംഗമത്തിന് മുമ്പേ ഇയാൾ പറഞ്ഞില്ലേ ഈ പീഠം സഹോദര വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ചില്ലേ? ഗോപൻ എന്തുകൊണ്ട് 2025 ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഈ അയ്യപ്പ സംഗമം നടക്കുമ്പോൾ അതിന് 3 ദിവസങ്ങൾക്കോ 4 ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഈ പീഠം ദേവസ്വം കണ്ടുപിടിച്ചിട്ട് എന്തുകൊണ്ട് ഇയാൾക്കെതിരെ ക്രിമിനൽ കേസെടുത്തില്ല? അതൊന്നും എനിക്കറിയാൻ മേല. അയ്യപ്പന്റെ പീഠം പുറത്തുകൊണ്ട് മറിച്ചു കൊടുത്തിട്ട് കള്ളത്തരം പറഞ്ഞാലേ അന്ന് ക്രിമിനൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണ്ടേ? അന്ന് അറസ്റ്റ് ചെയ്ത പുറകെ പിണറായി വിജയൻ കൂടി പോവും. അകത്തേക്ക് പോകും. അതാണ് പ്രശ്നം. ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 മുതൽ നടത്തിയിട്ടുള്ള കൊള്ളകൾ മുഴുവൻ ദേവസ്വം ബോർഡുകൾക്ക് അറിഞ്ഞിട്ട്, ദേവസ്വത്തെ വിജിലൻസിന് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇയാൾക്കെതിരെ ക്രിമിനൽ കേസ് എടുത്തില്ല? എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചു തന്നെയല്ലേ? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ ഈ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ 3 ദേവസ്വം പ്രസിഡന്റുമാരും ആയിട്ട് ഗൂഢാലോചന നടത്തി. എന്തുകൊണ്ട് ഇയാൾക്ക് രക്ഷപ്പെടാൻ അവസരം കൊടുത്തു? അതാണ് പിണറായി വിജയന്റെ ഇതിനകത്തുള്ള കുറ്റവാളി. പുറത്തുള്ള മണ്ടന്മാർ അത് അസൂയ കൊണ്ട് പറയുന്നല്ലേ ജോയിക്കുഞ്ഞ്. പിണറായി വിജയൻ അറിയാതെ കേരളത്തിൽ ഇത്തരത്തിലൊരു കൊള്ള നടക്കില്ല. ഇത് ശബരിമല മാത്രമല്ല അഭിലാഷ്, ശബരിമല മാത്രമല്ല, ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. വലിയ കൊള്ള ഗുരുവായൂർ നടന്നിരിക്കുന്നു. ഞാനിരിക്കുന്ന തൃപ്പൂണിത്തുറയാണ്, എന്റെ നാടാണ്. പൂർണ്ണ ത്രയീശന്റെ ഇതിൽ നിന്ന് രത്നം ഉൾപ്പെടെ മോട്ടിച്ച കഥ പുറത്തേക്ക് വന്ന ആ കേസും കൂട്ടുമായിട്ട് നിൽക്കുകയാണ്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഏറ്റുമാനൂരപ്പന്റെ 7.5 പൊന്നാനിയിൽ വരെ കള്ളത്തരം കാണിച്ചു. നാട് മുഴുവൻ പണ്ട് സോവിയറ്റ് റവല്യൂഷൻ നടന്നപ്പോ ആരാധനാലയങ്ങൾ കൊള്ളയടിച്ച പോലെ കേരളത്തിൽ പിണറായി വിജയൻ കൊള്ളയടിക്കുകയാണ്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.